മുട്ട് തേയ്മാനം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും കരുതുന്നത് ഇനി സർജറിയെ വഴിയുള്ളൂ എന്നാണ്. എന്നാൽ ഇത് തെറ്റാണ്. തുടക്കത്തിൽ തന്നെ ശരിയായി മാനേജ് ചെയ്താൽ പെയിൻ കുറയ്ക്കുവാനും സർജറി ഒഴിവാക്കുവാനും ജീവിതം സാധാരണമായി ജീവിക്കുവാനും കഴിയും. എന്താണ് ഓസ്റ്റിയോആർത്രൈറ്റിസ്? ഓസ്റ്റിയോആർത്രൈറ്റിസ് എന്നത് ജോയിൻ്റെ കാർട്ടിലേജിന് തേയ്മാനം സംഭവിക്കുന്ന അവസ്ഥയാണ്. ഇത് കാരണം പെയിൻ, സ്റ്റിഫ്നെസ്, മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻ എന്നിവ ഉണ്ടായേക്കാം. പെയിൻ വരുമ്പോൾ നമ്മളെല്ലാവരും എന്താണ് ചെയ്യുന്നത്? ഒന്നെങ്കിൽ റെസ്റ്റ് എടുക്കുന്നു, അല്ലെങ്കിൽ മൂവ്മെൻറ്റ് കുറയ്ക്കുന്നു. എന്നാൽ ഇത് ശരിയായ ഒരു രീതിയല്ല. ചില സാഹചര്യങ്ങളിൽ അക്യൂട്ട് പെയിൻ അല്ലെങ്കിൽ സ്വെല്ലിംഗ് കൂടുതലായിരിക്കുമ്പോൾ ഷോർട്ട് ടേം റെസ്റ്റ് അത്യാവശ്യമാണ്. പക്ഷേ കംപ്ലീറ്റ് ലോങ് ടേം റെസ്റ്റ് ഇതിനൊരു സൊല്യൂഷൻ അല്ല. അതിനാൽ വേദന ഉണ്ടെന്ന് പറഞ്ഞ് പൂർണ്ണമായി വിശ്രമിച്ചിരിക്കുന്നത് പ്രശ്നം കൂടുതൽ വഷളാക്കുകയുള്ളൂ. കാരണം മൂവ്മെൻറ്റ് കുറയുമ്പോൾ ജോയിൻറ്റിന് ചുറ്റുമുള്ള മസിൽസ് വീക്ക് ആവുകയും ജോയിൻറ്റിൽ സ്റ്റിഫ്നെസ് കൂടുകയും പെയിൻ കൂടി വരുവാനും ഇത് കാരണമാകുന്നു. ഓസ്റ്റിയോആർത്രൈറ്റിസ് നമുക്ക് കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. പക്ഷേ ആദ്യ ലക്ഷണങ്ങൾ തിരിച്ചറിയുന്നതിലൂടെ ഫിസിയോതെറാപ്പി വഴി ഇതിൻ്റെ പ്രോഗ്രഷൻ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. തുടക്കത്തിലുണ്ടാവുന്ന വേദന ഇലക്ട്രോതെറാപ്പി മൊഡാലിറ്റീസ് ഉപയോഗിച്ച് കുറയ്ക്കുവാനും അതിനുശേഷം നിങ്ങളുടെ ശരീരഘടനയ്ക്ക് അനുസരിച്ചുള്ള ഗൈഡഡ് ആൻഡ് പ്രോഗ്രസീവ് എക്സസൈസ് ചെയ്യുന്നതിലൂടെ ഇതിൻ്റെ പ്രോഗ്രഷൻ കുറയ്ക്കുവാനും സാധിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനം സ്ട്രെങ്തനിങ് എക്സസൈസ് ആണ്.